അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, അര ആദ്യത്തെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവം രാശി. ജോലി സംബന്ധമായിട്ട് കർമ്മത്തിലാണ് ഈ നേരത്തെ പറഞ്ഞ സൂര്യാദി ഗ്രഹങ്ങൾ, ശുക്രൻ, ബുധൻ മുതലായ കുജൻ എല്ലാ ഗ്രഹങ്ങളും കർമ്മഭാവത്തിലാണ് വരുന്നത്. അവരവരിയ്ക്കുന്ന പദവി അല്ലെങ്കിൽ അവരവരിയ്ക്കുന്ന സ്റ്റാറ്റസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതുപോലെ തന്നെ അത് സ്ഥിരപ്പെടാനും ഒക്കെ ഉള്ള കാലമാണ്. നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാം. അതായത് നിങ്ങളുടെ പ്രവർത്തനം മൂലം മേലധികാരികൾക്ക് അത് സന്തോഷമുണ്ടാവുക, അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക, ഇതൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. ധനപരമായിട്ട് സ്ഥിരമായിട്ടുള്ള വരുമാനം ആണ്. മറ്റ് നഷ്ടങ്ങൾ ഒന്നും വരാൻ സാധിക്കുന്നില്ല. അതുപോലെ ബാങ്ക് സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാകും. ആരോഗ്യപരമായിട്ട് തൈറോയിഡ് മുതലായിട്ടുള്ള രോഗങ്ങളുണ്ടാകാം. അഥവാ അതങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ അത് ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ കഴുത്ത്, തൊണ്ട, ശബ്ദം ഇതൊക്കെ സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിലും ഒരു നല്ല കാലമാണ്. പൊതുവേ തൻ്റെ പ്രവൃത്തി കൊണ്ട് കുടുംബത്തിന് അഭിമാനം ഉണ്ടാവുക, എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് സന്തോഷമായിട്ട് വർത്തിക്കുക, ഇതൊക്കെ ഉണ്ടാകാവുന്ന കാലമാണ്. പരിഹാരമായിട്ട് ഈ ഇടവക്കൂറുകാർക്ക് പറയാവുന്നത് വ്യാഴഗ്രഹത്തെ അഥവാ അതിൻ്റെ അധിദേവതയായിട്ടുള്ള വിഷ്ണുവിനെ ഭജിക്കുക. അതുപോലെ ഗുരുക്കന്മാരെയും ഒക്കെ അവരെ ദാനാദികളെ കൊണ്ട് സന്തോഷിപ്പിക്കുക. അച്ഛൻ, മുത്തച്ഛൻ അങ്ങനെയുള്ള ഉള്ളവരെയും അവരുടെ പ്രീതി നേടാനും ഒക്കെ സാധിക്കും. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്.